Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഡിഷായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആ ഡിഷിൻ്റെ പേര് അഫ്ഗാനി കാജുൾ ചിക്കൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആവശ്യമുള്ള ഐറ്റംസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 കിലോ ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2 കോഴിയാണ്. അതിൻ്റെ ലെഗ് പീസും നെഞ്ചുമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അടുത്തത് കൊച്ചുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചെറുള്ളി എടുത്തിരിക്കുന്നത് വെച്ചാൽ ടേസ്റ്റ് കൂടാനാണ് നമ്മൾ ചെറുള്ളി എടുത്തിരിക്കുന്നത്. അടുത്തത് പച്ചമുളക് പേസ്റ്റാണ്. ഇത് വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്, ഉപ്പ് പാകത്തിന് എടുത്തിട്ടുണ്ട്, ഗരം മസാല, ചാട്ട് മസാല, പെപ്പർ, കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് നമ്മൾ ഉലുവ ഇലയാണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത്. തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ അമുലിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 3 ഐറ്റംസ് മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ്. നമ്മളിത് പേസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. അടുത്തത് നമ്മൾ ചിക്കൻ വരാൻ പോവുകയാണ്. എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കത്തുള്ളൂ. നമ്മൾ ചിക്കൻ വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ടു. ഇനി അടുത്തത് കൊച്ചുള്ളി പേസ്റ്റ് ഉണ്ട്. കൊച്ചുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. അടുത്തത് ഇടുന്നത് ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ഇടുന്നത്. ചാട്ട് മസാലയാണ് നമ്മൾ അടുത്തിട്ടത്. ചാട്ട് മസാല 2 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ഇട്ടത്. ഗരം മസാല 2 ടേബിൾ സ്പൂൺ. പെപ്പർ പൗഡറാണ്, അതും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. അടുത്തത് പച്ചമുളക് പേസ്റ്റാണ്. പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇടുന്നത്. ഉപ്പ് പാകത്തിന് നമ്മൾ ഇടുകയാണ്. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് നമ്മൾ തൈര് ഒഴിക്കുകയാണ്. നമ്മളൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം, മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത പേസ്റ്റാണ്. അതാണ് നമ്മൾ ഇതിലിടേണ്ടത്. ഇതാണ് മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്യുകയാണ്. അടുത്ത് നമ്മൾ ഒഴിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മളൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്ന അണ്ടിപ്പരിപ്പ് കുറച്ചും കൂടെ കൂടുതലിട്ടാൽ നന്നായിട്ട് ഇത് കട്ട് ചെയ്യാം. കുറച്ചും കൂടെ നല്ല ഡ്രൈ ആയിട്ട് വേണ്ടവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. അടുത്തത് നമ്മൾ കസ്തൂരി മേത്തി ഇടുകയാണ്. നന്നായിട്ട് നമ്മൾ പൊടിച്ചിട്ടാണ്, കൈകൊണ്ട് പൊടിച്ചിട്ടാണ് ഇടുന്നത്. ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവ ഇലയാണ്. നമ്മൾ ഉലുവ ഇല നമ്മൾ വറുത്ത് പൊടിച്ചാണ് നമ്മൾ ഇടുന്നത്. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ചേക്കുകയാണ്. പാത്രത്തിന് മുകളിൽ നമ്മൾ കുറച്ച് കനൽ വെച്ചേക്കുകയാണ്. കനൽ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ മൊത്തത്തിലൊരു സ്മോക്ക്ഡ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എന്നാലേ നന്നായിട്ട് പുക വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് അടച്ചു വെച്ചേക്കും. അപ്പം മൊത്തം ഈ സ്മോക്ക് കയറി ഈ ചിക്കൻ മൊത്തം നല്ല ഫ്ലേവേർഡ് ആയിട്ടിരിക്കും. നമ്മളിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളിത് അടച്ചു വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുളി വെച്ച് കൊടുക്കുകയാണ്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. നമ്മളിതിൽ ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ എല്ലാത്തിടത്തും സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് ചാർക്കോളിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഇന്ന്. നമുക്കിത് എണ്ണ ചൂടായ ശേഷം ഇട്ട് പൊരിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇറച്ചി കഷ്ണം ഇടുകയാണ്.
ബാക്കിയിരിക്കുന്ന ഈ മസാല കൊണ്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോണത്. സൈഡ് ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചിടുകയാണ്. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി എണ്ണ വെച്ചാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടർ ഇടുകയാണ്. നേരത്തെ ബാക്കി മസാല നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് എന്നിട്ട് വഴറ്റിയെടുക്കുകയാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മൾ ഈ മസാലയിലേക്ക് ഇടുകയാണ്. ഇതിൽ ജസ്റ്റ് മസാല പിടിക്കാൻ മാത്രമാണ് നമ്മൾ ഇപ്പം മിക്സ് ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് തണുക്കുന്ന വരെ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതാണ് നമ്മുടെ അഫ്ഗാനി കാജുൾ ചിക്കൻ. അപ്പം ഇന്ന് കഴിച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് പുതിയ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയും. നന്നായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷ കാട്ടി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം അത്. പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല സ്മോക്കിൻ്റെ ഒരു എഫക്റ്റൊക്കെ നല്ല ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് കഴിച്ചു നോക്കണം. നല്ല ഡിഷാണ്, അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നവരെ ക്യാമറമാൻ വിഷ്ണു GS വിജിതൻ തമ്പി. ബൈ.